Hello guys, welcome to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലൈഫിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെ ഒപ്പീനിയൻസ് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുക. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവാം. മേ ബി ഞങ്ങൾ പറയുന്നത് ഓക്കെ ആവുന്ന ആൾക്കാരുണ്ടാവും, അല്ല കംപ്ലീറ്റ്ലി ഞങ്ങളോട് ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഞങ്ങളത് വാല്യൂ ചെയ്യുന്നു. അതെന്തൊക്കെയാണെങ്കിലും കമന്റ്. ചിലപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് നോളജ് ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ കുറച്ച് നോളജ് വെച്ചിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക കമൻറ്റ് ബില്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈഫിനെ കുറിച്ചാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ലൈഫ് എങ്ങനെ ഉണ്ടാവും, അല്ലെ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക. അവർക്ക് കുറേ കൺസേൺസ് ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ലൈഫ് പോവുക, പക്ഷെ എങ്ങനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെയുള്ള കുറേ കൺസേൺസ് ഉണ്ടാകും. അതിനൊക്കെയുള്ള ഒരു ചെറിയ കുറച്ച് ഉത്തരങ്ങൾ ഞങ്ങൾ ഇവിടെ തരുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. എന്തൊക്കെ നമ്മൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്തൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ളത് നമ്മളെ നിച്ചോട് പറഞ്ഞുതരും. കല്യാണം വരെ എത്താനുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്, അല്ലെ? നമ്മുടെ ഫാമിലി ആയാലും നമ്മുടെ അറേഞ്ച്മെന്റ്സ് അങ്ങനെ ഒരുപാട് സ്ട്രഗിളിന് ശേഷം നമ്മൾ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്ട്രഗിൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അതുവരെ ജീവിച്ച നമ്മുടെ വീട്, ആ സിറ്റുവേഷൻ ഒക്കെ വിട്ട് കംപ്ലീറ്റ് നമ്മളൊരു പുതിയ വീട്ടിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി മുതൽ പണ്ടത്തെ സിസ്റ്റം ആണെങ്കിലും ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. പക്ഷെ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ വീട്. അപ്പം എന്താണ്, നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോവാണല്ലേ. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഞാൻ എന്നെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവനാണേലും അവൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈക്ക് ഞാൻ എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, ഞാൻ ഒറ്റ കുട്ടിയാണ് വീട്ടിൽ. അപ്പോൾ എൻ്റെ പാരൻസിനെയൊക്കെ വിട്ട് ആ വീട്ടിൽ നിന്ന് മാറി ഞങ്ങളിങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ അതിൻ്റെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കൂടി ആ ഒരു ഡേ പുതിയൊരു വീട്ടിലെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് അതാണ് എല്ലാം. ഇപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവൻ്റെ എല്ലാവരും അവിടെ ഉണ്ട്, അല്ലേ? അവൻ അവിടെ ഭയങ്കര പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് പറിച്ച് നടപ്പിടുകയാണ്. അപ്പം അതിൻ്റെതായ കൺസേൺസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഞാൻ മാക്സിമം കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ അവളെ മാക്സിമം ഞാൻ എന്താ പറയുക കംഫർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നീ ഓക്കെ ആയിരിക്കും, പിന്നെ എപ്പം വേണമെങ്കിലും വീട്ടിലേക്ക് പോവാം എന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവൾക്ക് കുറച്ചൊരു എന്താ പറയുക സമാധാനം ഉണ്ടായിരുന്നു. എന്നാലും കല്യാണം കഴിഞ്ഞ് ഇനീഷ്യൽ സ്റ്റേജിൽ അവൾക്ക് വളരെ എന്താ പറയുക നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവൻ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ അറിയില്ല, ജസ്റ്റ് ഫോണിൽ കൂടുതൽ പരിചയമാണ്. ഇവൻ ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്, ഞങ്ങൾ ലവ് മാരേജ് അല്ല, പക്ഷെ അറേഞ്ച് പ്ലസ് ലവ് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഒരു 1 year ലവ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുന്നത് ശരിയാവില്ല. എന്നാൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് ആ ഒരു നമ്മൾ പറയില്ലേ, പ്രേമിക്കുമ്പോൾ വേറൊരാളായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടാവല്ലേ. അതുവരെയുള്ള ഒരു സിറ്റുവേഷൻ എന്താവും, ഫാമിലി എങ്ങനെ, പാരൻസ് എങ്ങനെ, ഞാനിവിടെ എന്ത് ചെയ്യും, നാളെ ഇപ്പോൾ രാവിലെ 8 മണിക്ക് എണീക്കണം, എണീറ്റ് എന്താ ചെയ്യുക ഒന്നും അറിയില്ലല്ലോ. ആ ഒരു കൺസേൺസ് ആണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ പതിയെ അതൊക്കെ മാറി ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകലും ആ ഒരു ഫേസ് ആണല്ലോ നമ്മളൊരു ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഹണിമൂണൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അതാണ് ഞങ്ങൾ ഹണിമൂൺ ഫേസിന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ചേച്ചി നന്നായിട്ട് പനിച്ചായിരുന്നു. ഒരു 10 ദിവസം ഞങ്ങള് പനി കൊണ്ട് കളിച്ചു. പക്ഷെ ആ പനി എനിക്കൊരു ഉപകാരമായി കേട്ടോ. ആ പനി ഞാനൊരു അഡ്വാൻറ്റേജ് ആയി എടുത്ത് അങ്ങനെ റെസ്റ്റിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ആശാൻ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ഞാൻ കരഞ്ഞു പിടിച്ച് ആശാനെയും കൂടി പരമസുഖം എന്ന് പറഞ്ഞ പോലെ 3-4 ദിവസം ഞാൻ എന്നെ അവിടെ പിടിച്ചിട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ സുഖജീവിതമായിരുന്നു, നല്ല സുഖമായിട്ട് ഞാൻ ജീവിച്ചു, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഗൈസ്. ഇല്ല, അതാണ് പറഞ്ഞത്. അത് ആ മറ്റേ ചൊല്ല് കറക്റ്റ് ആയിട്ട് അവിടെ നമ്മൾ പാലിച്ചു എന്നുള്ളതാണ്. പരമസുഖമായിരുന്നു. ചട്ടിപ്പത്തിരി, മറ്റേ പത്തിരി, മറിച്ച ഫുഡുകൾ കൊണ്ട് ആറാണ്. പിന്നെ എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയിട്ടില്ല, പക്ഷെ പിന്നെ ഞങ്ങൾ വന്നു. മലബാർ ഏരിയ അങ്ങനെയാണല്ലോ. ഞാനാണെങ്കിൽ ഒരു കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെ ഒരു മിഡിലാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇവിടെ സംസാരം കേൾക്കുമ്പോ വേറെ ഏതോ രാജ്യമാണ്. കണ്ണൂർ ടച്ച് വരാം, കണ്ണൂർ ടച്ച്, തലശ്ശേരി ടച്ച്, വടകര ടച്ച്, എല്ലാ ടച്ചും വരാം. അതിന്റെ രണ്ടിന്റെ ഒരു വടകരയുടെയും തലശ്ശേരിന്റെ ഒരു മിഡിലായോണ്ട് അതിന്റേതായിട്ടുള്ള കുറച്ച് എന്താ ലാംഗ്വേജിന് ചിലപ്പോ
പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ ടോപ്പിക് വ്യതിചലിക്കുന്നു. ഇത് കാണാതിരിക്കുന്ന ഒരു കൂട്ടം കല്യാണം കഴിക്കാൻ പോകുന്ന യുവാക്കളും യുവതികളും ഉണ്ട്. അപ്പൊ നമ്മള് പോയിന്റിലേക്ക് തിരിച്ചു വരാം. യെസ്, അപ്പൊ നമ്മൾ ഇനിഷ്യൽ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എന്താവും എന്നുള്ള ആ ഒരു സ്ട്രഗിളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടാവും അവിടെ ജോലി ചെയ്യേണ്ട വരും, അങ്ങനെ ഇങ്ങനെ കുക്കിംഗ് അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അത് ജഡ്ജ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ കിച്ചണിലൊക്കെ പോയി അടുത്തൊക്കെ നിന്നോടുത്ത അവിടുത്തെ അമ്മയ്ക്കൊക്കെ അത് മതി. എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും അങ്ങനെ ആയാൽ നല്ലത്. അതൊക്കെ നമ്മൾ ഓരോരുത്തരിലേക്കും എല്ലാവർക്കും ഇപ്പൊ അതേപോലെ തന്നെ ആയതുകൊണ്ട് എന്താ പറയാ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് ചാടിക്കറി കല്യാണം കഴിക്കാൻ പോകണ്ട. നമ്മൾ നല്ലോണം മനസ്സിലാക്കി എല്ലാം അറിഞ്ഞുകൊണ്ടൊക്കെ കല്യാണം കഴിക്കുക. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ ആൺകുട്ടികളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ നല്ല സ്റ്റേബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. നമുക്ക് കുറച്ച് എമൗണ്ട് എങ്കിലും കയ്യിൽ വേണം. കാരണം കല്യാണത്തിന് ശേഷമുള്ള ചിലവെന്ന് പറയുന്നത് മുന്നത്തെ പോലെയല്ല. ഞാൻ ബാച്ചിലർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക ആവശ്യത്തിന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വരും. അത് നമ്മൾ എന്താ പറയുക നമ്മളിത് ഒരു നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മൾ അതും എൻജോയ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് ഇവന്തോ ഇപ്പം ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവളോട് ചോദിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റിൽ ഒരു മാരേജിൻ്റെ ഒരു 1 month മുന്നേ ഞാൻ ജോബ് റിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 8 months ആയി ഞാനിപ്പോൾ ജോലി ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഏൺ ചെയ്യുന്ന ഇവനാണെങ്കിലും അവൻ്റെ മണി ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഷവർമ ആണെങ്കിലും വെച്ചുമോളെ നീ എനിക്കൊരു ഷവർമ മേടിച്ചു തരുമെന്ന് ചോദിക്കേണ്ടതാണ് ഇവൻ്റെ ഒരു ഗതികേട്. അത് ഞാൻ ഡിസൈഡ് ചെയ്യണം. അവൻ്റെ പൈസ ഞാൻ ഡിസൈഡ് ചെയ്യണം. അവനത് മേടിച്ചു കൊടുക്കണം. നമ്മൾ അങ്ങനെ വേണം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഫുൾ ടൈം ഹാപ്പി, ഫുൾ ടൈം സപ്പോർട്ടീവ്, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നു അവിടെയാണ് കാര്യം. മാക്സിമം നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡേ കൊണ്ട്, അതായത് അന്ന് ഉറങ്ങുന്നതിന് മുന്നേ അതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കിയാൽ അത്രയും നല്ല. നമ്മളൊരു നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് അല്ലേ. അപ്പോൾ ഈ തലേ ദിവസത്തിന്റെ ബാക്കിയും കൊണ്ട് അങ്ങനെ പോകുന്നേ നല്ലത്. ഈ ഉറക്കിന് അതങ്ങ് ക്ലിയർ ചെയ്ത് ഉറങ്ങി കഴിഞ്ഞ് മൈൻഡൊക്കെ റിഫ്രഷ് ആയി വരുമ്പോൾ നമുക്കെല്ലാം മറന്ന് നിൽക്കാൻ പറ്റും. അങ്ങനെ പറ്റണം. അല്ലാണ്ട് ഇന്നലെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അതൊരിക്കലും ശരിയായ കാര്യമല്ല. നമ്മൾ അതൊക്കെ വിട്ട് ലൈഫാണ്. പിന്നെ ഒരു ഉപദേശം തരാം. നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ബ്ലാങ്കറ്റ് വാങ്ങിക്കാൻ പാടുള്ളൂ. കാരണം അടി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കാൻ ഒറ്റ ബ്ലാങ്കറ്റ് ആണെങ്കിൽ നമ്മൾ മാറി കിടക്കാൻ പറ്റില്ല. ഈ തണുപ്പത്ത് നമുക്ക് AC ഉണ്ടെങ്കിൽ AC ഒക്കെ ഇട്ട് കിടക്കുമ്പോൾ നമുക്ക് വേറെ ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചൂടി കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവായിട്ടുണ്ട്. ഇത് നമ്മൾ ചുമ്മാ പറയല്ല, നമ്മൾ എക്സ്പീരിയൻസ് നിന്ന് പറയാണ്. പ്രാക്ടിക്കൽ ആക്കേണ്ട കാര്യങ്ങൾ. ഒരു ബ്ലാങ്കറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വന്നോണ്ട് വേറെ വഴിയില്ല. മിണ്ടാണ്ട് 2 സൈഡ് പോയി കിടന്നാൽ തണുത്ത് വറച്ച് കിടക്കാൻ മാത്രമേ പറ്റൂ. പിന്നെ മാക്സിമം 1 BH ഒക്കെ എടുക്കുക. 1 BH എന്തായാലും കിച്ചണിൽ പോയി കിടക്കാൻ പറ്റില്ല, ബാത്റൂമിൽ കിടക്കാൻ പറ്റില്ല. നമ്മള് വീട്ടിൽ നിൽക്കുന്ന അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു 1 month ആണ് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളത്. ലൈക്ക് July 13th നമ്മുടെ മാരേജ് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് മന്ത് August 18th ആയപ്പോൾ ഇവൻ UAE തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു 1 month ഒന്നിച്ച് നിന്നിട്ടുള്ളത്. പിന്നെ ഒരു 2 മാസം ഞാൻ അവിടെയും അവൻ ഇവിടെയും നിന്നു. ആഫ്റ്റർ 2 months ലേറ്റർ എന്ത് ചെയ്തു, ഞങ്ങൾ ഇവിടെ ഒന്നിച്ചൊരു 1 BHK എടുത്ത് ഇവിടെ നിന്നു. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും നാട്ടിലുള്ള സമയത്ത് നമുക്ക് എന്താ പറയാ, നമ്മൾ റിലേറ്റീവ്സിന് വീട്ടിൽ പോകുന്നു, നമ്മൾ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, നമ്മൾ ഫുൾ ബിസി ആയിരിക്കും. അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ ഉണ്ടായത് പിന്നെ ഫോണിലൂടെ സംസാരങ്ങളൊക്കെ ആണല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, എല്ലാം പാരൻസ് ഹാൻഡിൽ ചെയ്യും, അങ്ങനെയാണല്ലോ അല്ല. ഇവിടെ എത്തുമ്പോൾ നമ്മൾ തന്നെ ഏൺ ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം ഓർത്ത് വെച്ച് ചെയ്യുന്നു. നമ്മൾ 2 പേരാണെങ്കിലും അങ്ങനെ നമ്മളൊരു ഫാമിലി ലൈഫിനെ ഇപ്പോൾ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവൻ വിചാരിച്ചിട്ടുള്ളത് അവൻ ലൈക്ക് മോർണിംഗ് ജോലിക്ക് പോകുന്നതിന് മുന്നേ എനിക്കും കൂടുതലുള്ള ഫുഡ് കൂടെ ഉണ്ടാക്കി തന്ന വേണ്ടി പോകേണ്ട വരും, എനിക്കൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചല്ല ഞാൻ ചെയ്യേണ്ടി വരുന്നു. പക്ഷെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അവള് എല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തു. അവളെ എബിലിറ്റി ആണ് പെട്ടെന്ന് പഠിച്ചെടുത്തു. എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും, എന്റെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് കഞ്ഞി പോലും വെക്കാൻ അറിയില്ലായിരുന്നു.
അങ്ങനെ ഒന്നല്ല, ഞാൻ ഭയങ്കര ചിക്കൻ ലവറാണ് കേട്ടോ. അവിടെ ചിക്കൻ്റെ ചിക്കൻ കഴിക്കും അതുപോലെ സ്നാക്സ് ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊക്കെ യൂട്യൂബ് ഒക്കെ നോക്കി നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ. അപ്പൊ അമ്മയൊക്കെ കല്യാണത്തിന് മുന്നേ അയ്യോ കല്യാണം കഴിഞ്ഞ് മീൻസ് അവിടെ പോയി കുക്ക് ചെയ്യാനൊന്നും എൻ്റെ പേരൻസ് പറഞ്ഞല്ല. എന്നാലും ഇപ്പോൾ എന്താ നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ള നമ്മളൊരു ബേസിക് നീഡാണല്ലോ. അപ്പോൾ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്നത് കാര്യമില്ല. ഫുഡ് എനിക്ക് വേണമല്ലോ, അപ്പോൾ ഞാൻ കുക്ക് ചെയ്യണം. എന്നും ആരെങ്കിലും ഒക്കെ കുക്ക് ചെയ്ത് തരാന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല. അല്ലെ ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ പിന്നെ എന്താ, അപ്പോൾ അവർ ഈ എങ്ങനെ കുക്കിംഗ് ഒക്കെ എന്ത് ചെയ്യാം. അപ്പോൾ അമ്മ യൂട്യൂബ് അങ്ങനെ അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അമ്മേനെ അസിസ്റ്റ് ചെയ്ത് വല്ല കട്ടിയൊക്കെ ചെയ്ത് അത്രേ ചെയ്തുള്ളൂ. ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തുടങ്ങി യൂട്യൂബൊക്കെ നോക്കി 1 പ്രാവശ്യം 2 പ്രാവശ്യം യൂട്യൂബ് നോക്കി. പിന്നെ നമ്മളത് ഇൻഗ്രീഡിയൻസ് ആയി റെസിപ്പി ആയി അങ്ങനെ നമ്മളങ്ങ് ഒരുവിധം പറ്റാവുന്ന പിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വീക്കെൻഡ്സ് ലീവ് ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാം ഞാൻ ചെയ്യിപ്പിക്കും ഗൈസ്. അങ്ങനെ ചെയ്യിപ്പിക്കണം ഗൈസ്. എല്ലാ നോട്ട് എ പോയിന്റ് ഗേൾസ്. നിങ്ങൾ നമ്മുടെ ഹസ്ബൻഡ്സിനെ കൊണ്ട് എന്തേലൊക്കെ പറഞ്ഞ് കിച്ചണിലേക്ക് കയറ്റിക്കോ. തുടക്കത്തിന്റെ ആവേശത്തിലേ നമുക്കിങ്ങനെ പലതും ചെയ്തു കൊടുക്കാൻ തോന്നും. നമ്മള് ഇത് ഞാൻ പറയും, നമ്മൾ വിചാരിക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ നല്ലവളായ ഭാര്യ. നോ ഡോണ്ട് അങ്ങനെ ചെയ്താൽ അതെല്ലാം പിന്നെ നമ്മൾ കരയിലിരിക്കും. ചെയ്യരുത് ഗൈസ്, ചെയ്യരുത്. ഇനി ആൺകുട്ടികൾക്കുള്ള ഒരു ഉപദേശം, നിങ്ങൾ ഈ പെൺപിള്ളേർ ഇമോഷണലി നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിലൊന്നും വീഴാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാനിത് എക്സ്പീരിയൻസിൽ പറയാണ്. ഇപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ പറയൂ, നീ അതൊന്ന് ജ്യൂസ് അടിച്ചു വെക്കൂ, ഞാൻ വാഷ്റൂമിൽ പോയി തരാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു തവണ പാവം വാഷ്റൂമിൽ പോയി തരാണ്. പക്ഷെ ഇതൊരു തവണയല്ല, ഇത് ട്രിക്കാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ആ സമയത്ത് വേറെ എന്തിനെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഫോൺ കൊണ്ട് കളിച്ചോ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തോ. അങ്ങനെ ഇവര് നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യില്ല. ഇതൊരു ടിപ്പാണ്, ഇത് മനസ്സിലാക്കി വെച്ചോ. പാർട്ട്ണർ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചുമ്മാ ഫോണും നോക്കി ചൊറിയും കുത്തി ഇരിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഗൈസ്, പാർട്ട്ണർ ഫോൺ നോക്കിയിരിക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ തീരെ ഹെൽപ്പ് ചെയ്യാത്ത പാർട്ട്ണർ ആണെങ്കിൽ അത് പ്രശ്നമാണ്. മറിച്ച് പറ്റാവുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും പാർട്ട്ണർ ജോലി കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ഗൈസ് ഈ ടോക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ലെങ്തി അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല ഗൈസ്. അപ്പൊ നിങ്ങളെ ഗേൾസ് നിങ്ങളെ കട്ട് സപ്പോർട്ട് എനിക്ക് വേണം. വല്ല സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അടുത്ത പ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ട് അലക്കാനുള്ളതാണ് ബോയ്സ്. അപ്പോൾ നിങ്ങളെ കണ്ട സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറെ ടിപ്സുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ വേറെ കുറെ ട്രാവൽ വ്ളോഗ്സ് ഉണ്ടാവും, നമ്മുടെ കുക്കിംഗ് ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. അപ്പം വീണ്ടും കാണുന്നവരേക്കും ബൈ.